വിവാദങ്ങൾക്കൊടുവിൽ വനം ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന വനം സംരക്ഷണ നിയമ ഭേദഗതി ഉപേക്ഷിച്ചു സർക്കാർ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വനം നിയമ ഭേദഗതി പിൻവലിക്കുന്ന കാര്യം അറിയിച്ചത്. മലയോര മേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു നിയമ ഭേദഗതിയുമായും സർക്കാർ മുന്നോട്ടു പോകില്ലെന്ന് പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വന നിയമ ഭേദഗതിയുമായി മുന്നോട്ടു പോകുകയും ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്ത ശേഷം വൻ എതിർപ്പുകൾക്കൊടുവിലാണ് സർക്കാരിന്റെ പിന്മാറ്റം. മലയോര മേഖലകളിലെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന വനം നിയമ ഭേദഗതി അടക്കമുള്ളവർക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ പ്രഖ്യാപിച്ചതിന് നിയമ ഭേദഗതിയുടെ പേരിൽ PV അൻവർ നിയമസഭാ അംഗത്വം രാജിവെച്ചു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നതും വനഭേദഗതി ബിൽ ഉപേക്ഷിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. കടുവയും പുലിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ ആക്രമിക്കുമ്പോൾ 6 അംഗ സമിതി യോഗം ചേർന്ന് തീരുമാനിച്ച ശേഷം മാത്രമേ ഇവയെ മയക്കുവെടി വയ്ക്കാൻ കഴിയൂ. കയ്യുള്ളൂ എന്ന കേന്ദ്ര നിയമത്തിലാണ് ആദ്യം ഭേദഗതി കൊണ്ടുവരേണ്ടതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്യമൃഗ ആക്രമണത്തെ ശാശ്വതമായി എങ്ങനെ ചെറുക്കാനാകുമെന്ന് സർക്കാർ ആലോചിക്കുന്നത്. വന്യജീവി ആക്രമണം നേരിടാനുള്ള പ്രധാന തടസ്സം 1972 കേന്ദ്ര നിയമമാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11(1)(a)യും അതുപ്രകാരം വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്രം ഏർപ്പെടുത്തിയ കർശന നിയമങ്ങളുമാണ്. അത് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കില്ല. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രമേ വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നുള്ളൂ. ജനവാസ മേഖലയിൽ എത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള SOPയും കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ഇതിന് തടസ്സമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.